ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്ന റെസിപ്പി പടവലങ്ങ തേങ്ങാപ്പാൽ കറി. ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. ഇതിൻ്റെ രുചി അറിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായും വീണ്ടും വീണ്ടും ഉണ്ടാക്കും. ഇനി നമുക്ക് ഉണ്ടാക്കി തുടങ്ങാം. അതിനായി ഞാനിവിടെ ഒരു വലിയ പടവലങ്ങയാണ് കേട്ടോ. നീളമില്ലെങ്കിലും നല്ല തടിയാണിതിന്. ഞാനിതിൻ്റെ പകുതി ഭാഗം മാത്രമാണ് ഉപയോഗിക്കുന്നത്. ഇതിനെ രണ്ടായി മുറിച്ച് ഇതിൻ്റെ പകുതി ഭാഗം മാത്രം ഉപയോഗിച്ചാണ് ഞാൻ ഈ കറി ഉണ്ടാക്കുന്നത്. വലിയ ഒരു പടവലങ്ങയാണെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ള അംഗങ്ങൾക്കനുസരിച്ച് പടവലങ്ങ കറി നിങ്ങൾക്ക് തയ്യാറാക്കാം. ഞാനിതാ ഇവിടെ കഴുകി ക്ലീൻ ചെയ്തെടുത്ത് മേലെ തൊലിയെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി ഒരു ബൗളിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യമായ അരമുറി തേങ്ങ ചിരവിയെടുത്ത് തേങ്ങാപ്പാലും മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു തക്കാളിയും 6 പച്ചമുളകും കൂടി എടുക്കാം. ഇനി നമുക്ക് അടുപ്പിലേക്ക് ഒരു പാൻ വെച്ചതിന് ശേഷം അതിലേക്ക് നമുക്ക് അരിഞ്ഞെടുത്ത പടവലങ്ങ നമുക്ക് ഇട്ട് കൊടുക്കാം. ഒരു തക്കാളി ഞാൻ എടുത്തെങ്കിലും അതിൻ്റെ പകുതി കനം കുറച്ചാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് 6 പച്ചമുളക് നടു കീറിയിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബാക്കി പകുതി തക്കാളി നമുക്ക് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് വേവാൻ ആവശ്യമായ 1/2 കപ്പ് വെള്ളം ഒഴിച്ച് നമുക്കിത് ഒരു 20 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം. ഇടയ്ക്കൊക്കെ ഒന്ന് തുറന്നു നോക്കി നമുക്ക് ഇളക്കി കൊടുക്കുകയൊക്കെ ചെയ്യാം. 20 മിനിറ്റിന് ശേഷം തുറന്നു നോക്കിയാൽ നന്നായി വെന്തിട്ടുണ്ടാവും നമ്മുടെ പടവലങ്ങ. ഇനി നമുക്കിത് തുറന്ന് ഇതിലേക്ക് നമുക്ക് അടിച്ചു വെച്ച നമ്മുടെ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. തേങ്ങാപ്പാൽ ഒഴിക്കുമ്പോൾ കുറച്ചവിടെ നമുക്ക് മാറ്റി വെക്കാം. മാറ്റി വെച്ച തേങ്ങാപ്പാലിലേക്ക് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ അരിപ്പൊടി ചേർത്തൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കട്ടയില്ലാതെ ആക്കിയതിന് ശേഷം നമുക്കിത് ഈ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒന്ന് കുറുകി കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നത്. അരിപ്പൊടി ചേർത്ത് കഴിഞ്ഞാൽ കറിക്ക് നല്ല കുറുക്കവും കിട്ടും, നല്ല രുചിയും ഉണ്ടാവും. നിങ്ങൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് എന്തായാലും നോക്കണം. ഉപ്പുണ്ടോ എന്ന് നോക്കിയതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ഉപ്പിട്ട് കുറച്ചുകൂടി കൊടുക്കാം. എൻ്റെ കറിയിൽ ലേശം ഉപ്പ് കുറവായതിനാൽ ഞാൻ കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 2 സെക്കൻഡ് നമുക്കിതൊന്ന് അടച്ച് വെക്കാം. നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിത് അടച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഒന്ന് തിള വന്നു കഴിഞ്ഞാൽ നമുക്ക് തീ ഓഫ് ചെയ്യാം. തിള വന്നിട്ടുണ്ട്. ഞാനിവിടെ തീ ഓഫാക്കി കഴിഞ്ഞു. നമ്മുടെ കറി നന്നായി നല്ല പാകത്തിന് കുറുകി വന്നിട്ടുണ്ട്. നല്ല അടിപൊളിയായി നമുക്കിത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വറുത്തിടാം. അതിനായി ഒരു പാൻ വെച്ചതിന് ശേഷം ഇതിലേക്ക് നമുക്കൊരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് കടുകിടാം. കടുക് പൊട്ടി വന്നാൽ 2 വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും നമുക്ക് ചേർത്ത് കൊടുക്കാം. വറ്റൽമുളകും കടുകും കറിവേപ്പിലയും മൂത്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പടവലങ്ങ കറിയിലേക്കിട്ട് താളിക്കാം. അങ്ങനെ സൂപ്പർ രുചിയിലുള്ള നമ്മളെ പടവലങ്ങ കറി ഇവിടെ റെഡിയായി കഴിഞ്ഞു. നിങ്ങളിത് തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണേ. തണുത്ത് കഴിഞ്ഞാൽ ഇത് കുറച്ചുകൂടി കട്ടിയാവും. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളത്ര ചൂടുവെള്ളം ഒഴിച്ച് ഇത് ലൂസാക്കി എടുക്കാം. ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ലൈക്കും കമൻറ്റും തരണേ.